എന്താ? ഒന്നുമില്ല, ചുമ്മാ. ഇളവയിലലകളിലൊഴുകും ഈ യമുനയുമൊരു നവവധുവായി. ഈ പെണ്ണ് മിറ്റടിക്കാൻ പറ്റും കുറച്ച് നേരം ഇതിലെ കേറി പൊടിയാത്ത പൊടി. ഇതിനാണോ ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കാൻ വിടുന്നത്? ചേച്ചി അത് മിണ്ടരുത്. ഞാനേ എൻ്റെ ജീവിതം പോലും മറന്നിട്ടേ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നടന്നത്, അറിയോ? കഷ്ടപ്പെട്ടത്, ഇത്ര നാളും കഷ്ടപ്പെട്ടത്. എന്നിട്ട് അവളെ കയ്യും കാലം കാണിക്കണം അവിടെ പോയി. എന്നിട്ട് എന്തിനാടി എന്നെ കൊന്നുകൂടി നിനക്ക്? കുറച്ച് നാളായി ഞാനിത് കേൾക്കുന്നു. എനിക്ക് വേണ്ടി ജീവിതം കളഞ്ഞു. ഞാൻ പറഞ്ഞോ നിങ്ങളോട് എനിക്ക് വേണ്ടി ജീവിതം കളയാൻ? പിന്നെ നിങ്ങൾ അധികം ഒച്ച വയ്ക്കണ്ട. എനിക്ക് പ്രായപൂർത്തിയായി. എനിക്ക് എൻ്റെതായ ആഗ്രഹങ്ങളുണ്ട്. അതെ, എനിക്ക് മാഷിന് ഇഷ്ടം. അല്ല പിന്നെ രാവിലെ മുതൽ രാത്രി വരെ ഇത് തന്നെ രാമായണം. നിന്നെ വളർത്തി, നിന്നെ പഠിപ്പിച്ചു, നിന്നെ വലുതാക്കി, നിനക്ക് വേണ്ടി ജീവിതം കളഞ്ഞു. ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല നിങ്ങൾക്ക്? കേട്ട് കേട്ട് മനുഷ്യനെ ഭ്രാന്ത് പിടിക്കുന്നു. അതെ, ഞാൻ തന്നെയാ പറഞ്ഞേ. എന്ത് പറ്റി പെണ്ണേ? ശ്രീമർത്തി അവളിപ്പോ വലിയ കുട്ടിയായി. ശ്രീമർത്തി, ഈ പെണ്ണിന് എന്തൊക്കെയാ പറയുന്നത്? ഈ പെണ്ണിന്റെ ഓട്ടം എന്ന് നിൽക്കുമോ എന്തോ. പാവം. മാഷേ, ചേച്ചി ഇന്നെന്താ നേരം വൈകിയോ? മാഷേ എന്ത് പറയുന്നത് എനിക്കറിയില്ല. ചേച്ചി എന്താ പറ്റി? മുഖം പാടിയിരിക്കുന്നല്ലോ. ചേച്ചി എന്നോട് അനിയനെ പോലെ അല്ലേ കരുതുന്നത്? ചേച്ചി എന്നെ എന്നോട് അങ്ങനെ പലപ്പോഴും പറഞ്ഞു ഞാൻ എൻ്റെ ഒരു അനിയനായിട്ട് ചേച്ചി കണക്ക്. അതുകൊണ്ട് ചേച്ചിക്ക് എന്ത് വേണമെങ്കിൽ എന്നോട് തുറന്നു പറയാം. എന്താ ചേച്ചി പറ്റിയത്? മാഷേ,
ദേവിയുടെ കാര്യം മാഷ്ക്കറിയാലോ. ദേവിയുടെ അവസ്ഥ എൻ്റെ അനിയത്തിക്ക് ഉണ്ടാവരുത്. എനിക്ക് ഞാനൊന്നും പറയാനില്ല. എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചു? അവളെന്നോട് രാവിലെ പറഞ്ഞു മാഷിന് ഇഷ്ടമാണെന്ന്. മാഷ് കൂടെ ഇറങ്ങിപ്പോൻ അവൾ തയ്യാറാന്ന് കൂടി പറഞ്ഞു. ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ അവളെ വളർത്തിയിട്ട് ഇതിനായിരുന്നു മാഷ്. ചേച്ചിയെ വിഷമിച്ചോട് ഒരു സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട. ഞാനിത് കിങ്ങിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ചേച്ചിയുടെ സമ്മതമില്ല കിങ്ങിനെ ഞാൻ മാരേജ് ചെയ്യില്ല. ഇത് കണ്ണം തരുന്ന വാക്കാണ് ചേച്ചിക്ക്. എന്നെ പൂർണ്ണമായി വിശ്വസിക്കാൻ ചേച്ചി. എനിക്ക് സന്തോഷമായി മാഷ്. അത്ര വിഷമിച്ച് ഞാൻ പൊക്കോട്ടെ മാഷ്. പാവം ഒരു അനിയത്തി കുട്ടിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നു.